ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 110 വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയിടണേ. നമുക്കത് റീടെസ്റ്റിന് ടൈമായിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് ശേഷം പെയിൻറ്റിങ്ങിന് പുറമെ, അതായത് കസ്റ്റമറുടെ ഒരു ഇതിനകത്ത് നമ്മൾ പുറമെ കൊടുത്താണ് ചെയ്യണേ. അപ്പോൾ നിലവിൽ നമ്മൾ ജനറൽ സർവീസായിട്ടുള്ള മെയിൻ്റനൻസിലാണ് നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഭാഗങ്ങൾ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗം തന്നെ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ജനറൽ സർവീസിന് വേണ്ടി അയച്ചാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് എനിക്ക് തോന്നുന്നു ആക്സിലേറ്റർ കേബിൾ, അങ്ങനെ 1-2 കേസുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റേണ്ടി വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നതാണ്. കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ അഡീഷണൽ വന്നതാണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈൻഡറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണത്. പക്ഷേ വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് തൽക്കാലം അത് തന്നെ ക്ലീൻ ചെയ്തിടാം. ബ്രേക്ക് ക്യാമൊക്കെ നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. കാരണം വെച്ചാൽ ചെറിയ ടൈറ്റായി തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററും ഈ പറഞ്ഞ രീതിയുടെ ഒറിജിനൽ പാർട്സൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ വലിയ പഴക്കമായിട്ടില്ല, പുതിയതാണ്. തൽക്കാലം അതന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നീട് മാറ്റുന്ന സമയത്ത് പുതിയത് കമ്പനി ഒറിജിനൽ മേടിച്ചിട്ടാൽ മതി. ഇതിൻ്റെ പ്രത്യേകിച്ച് ഒറിജിനലും ഇതായിട്ട് വലിയ വിലയിലൊന്നും വ്യത്യാസം വന്നില്ല. അപ്പോൾ ജെനുവിൻ പാർട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര മെയിൻ്റനൻസ് കുറഞ്ഞിരിക്കും പിന്നീടുള്ളത്. പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് കിട്ടില്ല. ഗ്രാജുവലി പതുക്കെയാണ് കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ നമുക്ക് ഈ വരുന്ന പുള്ളി വീലുകളൊക്കെ തുരുമ്പിട്ടൊരവസ്ഥയിൽ ഇരിക്കണേ. അത് ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന കേസാണ്. അതൊക്കെ ഒന്ന് ശരിക്കും നമുക്ക് സാൻഡ് പേപ്പർ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീനായിട്ട് പിടിച്ച് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ക്രാച്ച് ആക്കി വെച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്ത് കയറ്റാവുന്നുള്ളൂ. തൽക്കാലം വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യണുള്ളൂ. പിന്നെ നമുക്ക് ഈ ക്ലച്ചിനകത്ത് വരുന്ന ഈ നട്ടൊക്കെ വെട്ടി അഴിച്ചാകുന്ന ഒരു അവസ്ഥയിലാണ്. അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ സ്പെഷ്യൽ ടൂൾസ് ഇല്ലാത്തപ്പോൾ ചെയ്ത് വെക്കുന്ന പണിയാണത്. അത് എന്തെങ്കിലും മാറ്റിയിട്ടേക്കാം. കാരണം വെച്ചാൽ അത് എത്രത്തോളം ടൈറ്റ് വേണുണ്ട്, ആ കറക്റ്റ് ടോർക്കിൽ ടൈറ്റ് ആവുന്നുണ്ടോ എന്നുള്ള ദിവസമൊന്നും നമുക്ക് വെട്ടി ടൈറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇത് മാറ്റി പുതിയതിട്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ ബെൻഡെക്സ് യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ലൂബ്രിക്കേഷൻ ചെയ്ത് കയറ്റിയിടാം. പിന്നെ ക്ലച്ചിൽ വരുന്ന ഈ ഒരു ഫാൻ വീല് അതൊന്നും മാറ്റിയിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിലേക്കൊക്കെ ആകെ അഴവഴാന്നായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി ചെക്ക് ചെയ്യണുണ്ട്, സെറ്റ് ചെയ്യണുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വീടിൻ്റെ ഡാമ്പർ റബ്ബർ ഐറ്റംസ്, അതായത് ക്ലച്ച് ഷൂൻ്റെ ഡാമ്പർ റബ്ബറുകൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് നമുക്കിതുമ്പോൾ കിടക്കുന്നത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല. നമുക്കത് തന്നെ യൂസ് ചെയ്യാം. ജെനുവിൻ പാർട്സ് അല്ല ഇതുമ്പോൾ എടുക്കുന്ന ബെൽറ്റ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കിക്കർ വീലുകളൊക്കെ കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ വീല്, ഈ നട്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ, അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ കാർബറേറ്റർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കാർബറേറ്ററിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണ്. കാരണം പെട്രോൾ കിടന്ന് ഈ ജെറ്റുകളൊക്കെ വന്ന ഭാഗമൊക്കെ ശരിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ലോ ജെറ്റ് ഓൾറെഡി ബ്ലോക്കാണ്, നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ഇതിങ്ങനെ നിൽക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് വാൽവ് തന്നെ ഭാഗമുണ്ടല്ലോ, ഈ വാൽവ് വന്ന് അടയണ ഭാഗത്ത് കറക്റ്റ് സീറ്റിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിക്ക് ഓവർഫ്ലോ വരും. പെട്രോള് അടിയിലത്തെ പൈപ്പിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ ഇറ്റിട്ട് വീഴും. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. കാർബറേറ്റർ അസംബ്ലി പടി മാറ്റി വെക്കേണ്ടി വന്നേക്കും കേട്ടോ. തൽക്കാലം പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അത്യാവശ്യം ചെറിയൊരു സീറ്റിംഗ് ഒക്കെ ചെയ്ത് കയറ്റിയിടാം. വന്നില്ല എന്നുണ്ടെങ്കിൽ ഭാഗ്യം, വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കേണ്ടി വരും. തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ടാങ്കൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടാങ്കിനകത്ത് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ തോന്നിയതുകൊണ്ടുള്ള അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെട്രോളിൻ്റെ ഈ ടാപ്പ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അത് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. അപ്പോൾ അത് വാക്യൂം ടൈപ്പാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കാർബറേറ്ററിലേക്ക് പെട്രോൾ സപ്ലൈ ഉള്ളൂ. നമ്മൾ ബൈക്കിനെ അപേക്ഷിച്ച് സ്കൂട്ടറുകൾ അങ്ങനെയാണ് വരാം. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്തിരുന്നുണ്ട്. പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല. ചോക്ക് കേബിൾ വർക്കിംഗ് ആണ്. പക്ഷേ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡി പാനലിൻ്റെ ഈ സൈഡിലൊക്കെ ഇതിവിടെ ഈ സാധനം പൊട്ടിയിരിക്കുന്നുണ്ട്. ഇന്നർ കവർ എന്ന് പറഞ്ഞാൽ ഈ പീസ് പൊട്ടിയിരിക്കണേ. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം. പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സെറ്റ് ചെയ്യുള്ളൂ എന്നുള്ളൂ. കാരണം പെയിൻറ്റിങ് ഇപ്പോൾ ബോഡി അഴിച്ചിട്ട് എന്തെങ്കിലും ബോഡി പാർട്സ് അഴിച്ചു കൊടുക്കണം പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അഴിച്ചിട്ട് കയറ്റുന്ന സമയത്ത് അതങ്ങോട്ട് പുതിയതിട്ട് സെറ്റ് ചെയ്ത് കയറ്റാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ ബ്രേക്ക് ലൈനറുകളൊക്കെ സെയിം ലോക്കൽ പാർട്സാണ്, വെറും ചാത്തൻ സാധനങ്ങളാണ് ഫ്രണ്ടിലും കിടക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം അത് മതി, വേറെ ഒന്നുമില്ല. ജെനുവിൻ പാർട്സുകളല്ല വണ്ടിമേ യൂസ് ചെയ്താണ്. ഒരു സാധനം പോലും ഒറിജിനൽ പാർട്സുകളല്ല, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് വണ്ടിയിൽ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഈ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ആ രീതിയിൽ പോകാം. പിന്നെ ഈ ലിങ്കിൻ്റെ സെൻറ്ററിൽ വരുന്ന
കോളർ ബുഷ് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ കോപ്പർ ടൈപ്പ് ബുഷ വരാം. അപ്പോൾ നമ്മൾ തേയ്മാനം കാണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കോളർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അതപ്പോൾ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. കാരണം അതിൻ്റെ ഈ ടെസ്റ്റ് ഡിജിറ്റൽ ഈ മീറ്ററിൻ്റെ ഡിജിറ്റൽ തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് ഇല്ല. അപ്പോൾ ബാറ്ററി എന്തെങ്കിലും നമുക്ക് മാറ്റി പുതിയത് വയ്ക്കേണ്ടി വരും. അതേപോലെ തന്നെ സെൽഫിൻ്റെ റിലേയും നമ്മൾ ആ കൂട്ടത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. കാരണം അത് ഷോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ സ്വിച്ചുകൾ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടി സെറ്റ് ചെയ്യും, മാറ്റും. ഞാനത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് കംപ്ലയിൻ്റ് ആയിരുന്നു. നമ്മളത് മാറ്റിയിട്ടതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ പുതിയ പ്ലഗ്ഗാണ് കിടക്കുന്നത്. ഇത് പഴയത് മാറ്റിയേക്കണതാണ് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ ക്ലീൻ ചെയ്യണുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനകത്ത് ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് പറഞ്ഞേക്കുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ പുറമെ വന്ന വർക്കുകളാണ്. അപ്പോൾ അത് നമുക്ക് പുറമെ കൊടുത്ത് ചെയ്യാം. പെയിൻറ്റിങ്ങിൻ്റെ ഉൾപ്പെടുത്താതെ ഉള്ളൊരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം. പെയിൻറ്റിങ് ചാർജ് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ നോക്കിയാൽ നമുക്ക് അറിയുള്ളൂ. അത് ഓൾറെഡി ഡയറക്റ്റ് കസ്റ്റമർ ടു പെയിൻറ്റർ തമ്മിൽ കോൺടാക്ട് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ അതിനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് അത് നോക്കിയിട്ട് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജനറൽ സർവീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വാട്ടർ സർവീസ് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് പെയിൻറ്റിങ്ങിലേക്ക് വിടുള്ളൂ. അപ്പോൾ അതിക്ക് മുമ്പ് ഒന്ന് വിളിച്ച് നിങ്ങൾ കറക്റ്റ് പെയിൻറ്ററുടെ നമ്പർ കാര്യങ്ങളൊക്കെ തന്നേക്കാം. വിളിച്ച് ഒന്ന് സെറ്റിൽ ചെയ്യുക. അതനുസരിച്ചിട്ട് നമുക്ക് ആ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി അങ്ങോട്ട് എത്തിച്ചേക്കാം. ഓക്കെ.